ഈ പി എം ശ്രീയുടെ കാര്യത്തിലായാലും ഇപ്പോൾ അതൊക്കെ വ്യക്തമാക്കി അതിൻ്റെ നാൾ വഴികളടക്കം അതിൻ്റെ രാഷ്ട്രീയമടക്കം എന്താണ് പ്രതിപക്ഷം, അന്നത്തെ പ്രതിപക്ഷം ഇന്നത്തെ ഭരണപക്ഷം എടുത്ത നിലപാടുകൾ, അതിൽ നിന്ന് അവരുടെ യൂ ടേൺ അടക്കമുള്ള കാര്യങ്ങൾ, വി ഡി സതീശൻ്റെ പ്രത്യേക താല്പര്യങ്ങൾ ജനിപ്പിക്കുന്ന തരത്തിലേക്ക് നമുക്കറിയാം. ഈ ഫയൽ നീക്കത്തിൻ്റെ ചടുലത അടക്കം ഉള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇതൊക്കെ യാദൃച്ഛികമാണോ? പി എം ശ്രീയുടെ കാര്യത്തിലായാലും ഇപ്പോൾ കെ എം ഷാജി മാത്രം ഒതുങ്ങുന്നതല്ല ഈ PMAY പദ്ധതിയുമായി ബന്ധപ്പെട്ട് മോദിയുടെ ലോഗോ വെക്കുന്നതിൽ വിയോജിപ്പില്ലാത്തത്. അത് പല കാര്യങ്ങളിലും നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ ദേശീയ പാർട്ടിയാണല്ലോ, അങ്ങനെയാണെങ്കിൽ അവർക്കൊരു ദേശീയ നയം ഉണ്ടാവുമല്ലോ. അതാണല്ലോ പി എം ശ്രീയുടെ കാര്യത്തിൽ കർണാടകയും തെലങ്കാനയും ഒക്കെ ഒപ്പിടുന്നതിലേക്ക് പോയത്. അപ്പോൾ ഈ ഇങ്ങനെ മുൻ സർക്കാർ തുടർച്ച, ഈ വാദങ്ങളൊക്കെ നിരത്തി ഇവരിതിനെ അതിജയിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതൊക്കെ യാദൃശികമാണോ? കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രത്യേക വിഭാഗത്തെ അടക്കം എല്ലാ വിഭാഗങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഉത്സുകത കാട്ടിയത് മോദിയുടെയും ഈ BJPയുടെയും ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ആരാണ് കൈകൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ബോധ്യമാക്കുന്ന നിമിഷങ്ങളാണ്. അതിനെ കൂടാത്തതാണ് ഈ ഡീലുകൾ, മംഗലാപുരം യാത്ര അടക്കം വരുന്നത്. ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ടല്ലോ. എം ജയചന്ദ്രൻ. അതെ ഇൻഷാദേ, ഇതില് ഏറ്റവും ദുർബലമായി പോയത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. കാരണം കഴിഞ്ഞ ആഴ്ചയിലെ വേണുഗോപാല് പറഞ്ഞത് നയപരമായ കാര്യങ്ങളിൽ ഹൈക്കമാൻഡ് ഇടപെടും, ഹൈക്കമാൻഡുമായി ആലോചിച്ചിട്ട് അത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ കഴിയൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയതല്ലാതെ അതിന്റെ മേലെ ഒരിടപെടൽ ഹൈക്കമാൻഡിൽ നിന്ന് ഇന്ന് ഈ സമയം വരെ ഉണ്ടായതായിട്ട് ഞാൻ ഈ ഘട്ടത്തിൽ താങ്കളെ തടസ്സപ്പെടുത്താനല്ല, ഈ ഘട്ടത്തിൽ ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. അതായത് ഇത് താങ്കൾ പറഞ്ഞു, ഈ ഹൈക്കമാൻഡിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് നോക്കൂ, ഇവിടെ അയോധ്യയിലെ ശ്രീരാമൻ, സാക്ഷാൽ ശ്രീരാമക്ഷേത്രത്തിൽ അടക്കം കയറി കൊള്ള നടത്തുന്നു. ഇവിടെ ശബരിമലയിൽ ഏതൊക്കെ സ്വർണം പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്തതും പൊല്ലാത്തതും പറഞ്ഞ് വലിയ സമരങ്ങൾ നയിച്ചവരാണ്, പാട്ടുപാടിയവരാണ്. ഈ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇവിടെ വന്നതാണ്. ഈ ശ്രീരാമ ക്ഷേത്രത്തിൽ നടത്തിയ വലിയ കൊള്ള എൻ്റെ പിതാവിൻ്റെ ആഗ്രഹമായിരുന്നു എന്ന് പ്രിയങ്ക ഗാന്ധി പോലും പറഞ്ഞ ആ ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വെട്ടിക്കൊള്ള നടത്തിയിട്ട് എവിടെ രാഹുൽ ഗാന്ധി? കെജ്രിവാൾ അവിടെ പോയി, എവിടെ രാഹുൽ ഗാന്ധി? ഈ ഇങ്ങനെ വിശ്വാസികളെ ചതിക്കുന്ന നിലപാടിനെതിരെ CPIM നിലപാടെടുക്കുന്നു. അവർ MAVV അടക്കമുള്ളവർ ഇതിൻ്റെ ശക്തമായ പ്രതിഷേധം അതിൽ അറിയിക്കുന്നു. പക്ഷേ എവിടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും? ഈ ഘട്ടത്തിൽ അതുകൂടി ഞാൻ ഹൈക്കമാൻഡ് പറഞ്ഞതുകൊണ്ടാണ്. പിന്നാണോ ഇത്? അല്ലാതെ അത്തരം രാഷ്ട്രീയ കാപട്യങ്ങൾക്ക് യാതൊരു ഒളിവും മറയും ഇല്ലാതെ തന്നെ കോൺഗ്രസ് അതിന് വിധേയരാവുകയോ വശംവദരാവുകയോ ചെയ്യുന്ന കാഴ്ചയാണ് ദൗർഭാഗ്യവശാൽ നമ്മളിപ്പോൾ കാണുന്നത്. അത് താങ്കൾ ചൂണ്ടിക്കാണിച്ച അയോധ്യ പ്രശ്നത്തിലാണെങ്കിലും KC വേണുഗോപാൽ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞ പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം ഈ തരത്തിലുള്ള നടപടി കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്വീകരിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം കോൺഗ്രസുകാർ ഉയർത്തേണ്ടതുണ്ട് എന്നുള്ള ഘട്ടം ഒരു ഭാഗത്ത് നിൽക്കുന്നു. അപ്പൊ തന്നെ ഇപ്പോ ഈ ചർച്ചയിൽ രജിൻ ന്യായീകരിക്കുന്ന ഡോക്ടർ PK ഗോപൻ സവിസ്തരം വിശദീകരിച്ച വിഷയങ്ങളുണ്ടല്ലോ. ആ വിഷയത്തിലെ ഒരു കാര്യം മാത്രം, മദ്യനികുതിയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു അഭിപ്രായ പ്രകടനം അത്രേ ഉള്ളൂ. അതായത് തുടർച്ചയാണ്, വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു, മുൻ ഗവൺമെന്റ് തുടർച്ചയാണ് ഈ ഗവൺമെന്റ്. പക്ഷേ ഏത് ഗവൺമെന്റും ഭരിക്കുന്നത് ഏത് ഗവൺമെന്റും ആയിക്കോട്ടെ, കഴിഞ്ഞ 10 വർഷം ഒരു മുന്നണിയുടെ ഗവൺമെന്റ് ആയിരുന്നു, അതടക്കം മദ്യനയം പ്രഖ്യാപിക്കാതെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ പോയാൽ അതിന്റെ അർത്ഥം എന്താണ് മനസ്സിലാക്കേണ്ടത്? അതാണ് സാമാന്യ യുക്തിക്ക് ഉയരുന്ന ചോദ്യം. അതാണ് മദ്യനയം പ്രഖ്യാപിക്കാതെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന തന്നെ പ്രഖ്യാപിക്കുന്ന ഏറ്റവും വിചിത്രമായ രാഷ്ട്രീയ ആഭാസം എന്താ ഇതിന് പറയുന്നത്? ഒന്ന്. രണ്ടാമത്, ഫിനാൻസ് ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നിയമസഭ നിയമമാക്കുകയാണെങ്കിൽ ആക്കി കഴിഞ്ഞാൽ UDF തീരുമാനിക്കുകയാണ് പുതിയ നികുതി വേണ്ട. നടക്കുന്ന കാര്യമാണോ? ഫിനാൻസ് ബില്ല് സഭ അംഗീകരിച്ചു കഴിഞ്ഞാൽ നിയമമാണെന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. നിയമമാകും, പിന്നെ UDFന് പിടിച്ചാൽ പോലും കിട്ടില്ല, അത് നിയമമായി പോകും, അതുകൊണ്ട് അത് നടപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൃത്യം കാര്യമല്ലേ അത്? അത് എന്താണ് കോൺഗ്രസ്സുകാർ കേരളീയരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? രജന സുണ്ണിത്താൻ ഈ ചർച്ചയിൽ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? UDF തീരുമാനിക്കും അത്രേ. നിങ്ങൾ ഫിനാൻസ് ബില്ല് നാളെ അവതരിപ്പിക്കുമെങ്കിൽ
അവിടെ അത് നിയമമാകുമെങ്കിൽ UDF പിന്നെ ഒരു കാര്യവുമില്ല ബില്ലിൽ, അത് നിയമമാണ്. അതിനകത്ത് പിന്നീട് UDF മദ്യ കമ്പനികൾക്ക് അവർക്ക് നിയമപരിരക്ഷയും ലഭിക്കും അത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. ഞാൻ സമയപരിമിതി ഉള്ളതുകൊണ്ട് അതെ അതാണ് ഒരു കാതലായ കാര്യമാണ് ജഡ്ജിന്റെ സാധിച്ചുകൊണ്ട് കാണിച്ചത്. ആ തരത്തിലുള്ള പിരിയൻ ഗോവണികൾ കയറുകയാണ് കോൺഗ്രസ്.